ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധന വില വർദ്ധിച്ചത് 121%. ഇതോടെ ഗൾഫിൽ നിന്നുള്ള വിമാന നിരക്കുകൾ വീണ്ടും ഇരട്ടിയിലധികമായി ഉയരുകയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നാട്ടിലേക്ക് വേനൽ അവധിക്ക് പോകുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. പലരും യാത്രകൾ റദ്ദാക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിലെ വിമാന സർവീസുകൾ പൂർണ്ണ തോതിലേക്ക് മാറി വരുമ്പോഴും വിമാന നിരക്കുകൾ വർദ്ധിച്ചു വരികയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധന വിലയിൽ 121% ഇതുവരെ വർധന രേഖപ്പെടുത്തിയത്. ഇതോടെ വിമാനയാത്രകൾക്ക് വീണ്ടും ചെലവേറുകയാണ്. ബലിപെരുന്നാൾ അവധിക്കാലത്ത് ചെറിയ യാത്രകൾ പോയിരുന്നവർ പോലും ഇതുമൂലം യാത്രകൾ റദ്ദാക്കിയെന്ന് ട്രാവൽ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പലരും അതാത് രാജ്യങ്ങളിലെ ഹോട്ടൽ റിസോർട്ട് സ്റ്റേക്കേഷൻ ഓഫറുകളിൽ മാത്രമാക്കി അവധി യാത്രകൾ വെട്ടിച്ചുരുക്കിയെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം വിമാന ഇന്ധനവില 100% വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതം വരും നാളുകളിൽ രൂക്ഷമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജെറ്റ് ഇന്ധന വിലയിൽ 121.1% വർധനയും ക്രൂഡ് ഓയിൽ വിലയിൽ 77.7% വർധനയും ഉണ്ടായതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന അയാട്ട സ്ഥിരീകരിച്ചു. ഇതോടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നാട്ടിലേക്ക് പോകുന്ന കുടുംബങ്ങൾക്ക് യാത്രകൾ റദ്ദാക്കേണ്ടി വരും. കാരണം ജൂലൈ മാസം ആദ്യവാരം 4 കുടുംബത്തിനെ ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് എമിറേറ്റ്സ് വിമാനത്തിൽ പോയി വരാൻ 23,000 ദർഹത്തിൽ അധികം, അതായത് 6 ലക്ഷത്തിലധികം രൂപയാണ് ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വരിക. ഇന്ത്യയുടെ മറ്റു വിമാന കമ്പനികൾ പഴയ പ്രതാപത്തിലേക്ക് ഇനിയും സർവീസുകൾ ആരംഭിക്കാത്തതും യാത്രക്കാരെ അധിക നിരക്ക് കൊടുക്കാൻ നിർബന്ധിതരാക്കുന്നു. അതിനാൽ സാധാരണയുള്ള സീസൺ സമയത്തുള്ള ടിക്കറ്റ് കൊള്ളയ്ക്കൊപ്പം വിമാന ഇന്ധനവില കൂടി വർദ്ധിച്ചത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.